നമസ്കാരം. ജനമുഖൻ ടി വി വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 11 മുതൽ 17 വരെയുള്ള വാരഫലം. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദവും ചേർന്നിട്ടുള്ള മേടക്കൂറ്. കർമ്മരംഗത്ത് നാനാതരത്തിലുള്ള വിജയങ്ങളുണ്ടാകും. അധികാരസ്ഥാനം ലഭിച്ചേക്കാം. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. സൗഹൃദം പ്രണയത്തിൽ കലാശിച്ചേക്കാം. ആരോഗ്യപരമായ ചെറിയ അസ്വസ്ഥതകൾ ബാധിച്ചേക്കാം. കാർത്തികയുടെ 3 പാദങ്ങളും രോഹിണിയും മകേരത്തിൻ്റെ പകുതിയും ചേർന്നിട്ടുള്ള ഇടവക്കൂറ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം നില മറന്ന് പ്രവർത്തിച്ചേക്കാം. ധനപരമായ കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തിയേക്കാം. ഗൃഹത്തിലേക്ക് കൂടുതൽ ആഡംബര സാധനങ്ങൾ വാങ്ങുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് നേട്ടമുണ്ടാകും. മറ്റുള്ളവർക്കായി ചെയ്യുന്ന സേവനങ്ങൾക്ക് മികച്ച പ്രതിഫലം ലഭിക്കുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. മകേരത്തിൻ്റെ പകുതിയും തിരുവാതിരയും പുണർത്തിൻ്റെ 3/4 ഭാഗവും ചേർന്നിട്ടുള്ള മിഥുനക്കൂറ്. സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടി എന്ത് ത്യാഗത്തിന് സന്നദ്ധമാകും. സന്താനങ്ങളുടെ ശ്രേയസ്സിനായി പ്രവർത്തിക്കും. എതിരാളികളെ പോലും തൻ്റെ പരിധിയിലാക്കുവാനായിട്ടുള്ള ശ്രമമുണ്ടാകും. തന്ത്രപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കും. തർക്കങ്ങളിൽ വിജയം നേടും. പുണർത്തിൻ്റെ അവസാനവാദവും പൂയോ അയിലയും ചേർന്നിട്ടുള്ള കർക്കിടകക്കൂറ്. യാത്രകൾ കൂടുതലായി ഉണ്ടാകും. പ്രയാസപ്പെട്ടാലും ധനം കയ്യിൽ വന്നു ചേരും. വിഷമ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുവാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യും. വിദ്യാവിജയം പ്രതീക്ഷിക്കാം. ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. മകവും പൂരവും ഉത്തരത്തിൻ്റെ കാലം ചേർന്നിട്ടുള്ള ചിങ്ങക്കൂർ. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാനുള്ള തോന്നലിൽ നിന്ന് ചില വിഷമതകൾ ഉണ്ടാകാം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. കർമ്മരംഗത്ത് ശ്രദ്ധിക്കേണ്ട സമയമാണ്. മറ്റുള്ളവരുമായി ഇടപാടുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാ താല്പര്യം കുറയുകയും ചെയ്യും. ഉത്തരത്തിൻ്റെ 3/4 ഭാഗവും അത്തവും ചിത്തിരയും പകുതിയും ചേർന്നുള്ള കന്നിക്കൂർ. സ്വന്തം കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കും. ചിലവുകൾ ഏറിയിരിക്കും. വേണ്ടപ്പെട്ടവർ തന്നോട് കാര്യമായിട്ടുള്ള താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള തോന്നലുണ്ടാകാം. കുടുംബപരമായി സ്വസ്ഥത കുറഞ്ഞിരിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഉള്ള സമയമല്ല. തടസ്സങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ചിത്തിരയുടെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ 3/4 ചേർന്നിട്ട് തുലാക്കൂറ്. കൂടുതൽ ലാഭം കിട്ടുന്ന മാർഗങ്ങളിലേക്ക് പണം നിക്ഷേപിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആലോചനാശീലമില്ലാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നഷ്ടമുണ്ടാകാം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കുറയും. ദൈവാധീനത്തിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. മറ്റുള്ളവരെ കൊണ്ട് സാധിക്കാത്ത പ്രവൃത്തികൾ ചെയ്യുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. വിശാഖത്തിൻ്റെ അവസാനവാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നിട്ടുള്ള വൃശ്ചികക്കൂറ്. കർമ്മരംഗത്ത് മെല്ലപ്പോക്കാണെങ്കിലും നല്ല സൽപ്പേരുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കോപതാപാദികൾ നിയന്ത്രിക്കണം. പ്രവർത്തനങ്ങൾക്ക് വേണ്ട അംഗീകാരം ലഭിക്കുകയും ചെയ്യും. എതിരാളികളുടെ പ്രവർത്തനങ്ങളെ കരുതിയിരിക്കേണ്ടതാണ്. പലപ്പോഴും ഉദ്ദേശിച്ച പോലെ പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുമില്ല. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാലം ചേർന്നിട്ടുള്ള ധനുക്കൂറ്. ആരോഗ്യം പതിയെ മെച്ചപ്പെടും. ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ലഭിക്കേണ്ടതായിട്ടുള്ള ധനം നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. സഹായികളിൽ നിന്ന് വേണ്ടത്ര സഹകരണം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയില്ല. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത കാണുന്നു. ഉത്രാടത്തിൻ്റെ 3/4 ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയും ചേർന്നിട്ടുള്ള മകരക്കൂറ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകും. സുഹൃത്തുക്കളുടെ സഹകരണം ലഭിക്കും. പങ്കാളിത്ത കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് ദുഃഖപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. വിശ്വാസങ്ങളിൽ മാറ്റം വരുത്തിയേക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അവിട്ടത്തിൻ്റെ പകുതിയും ചതയും പൂരട്ടാതിയുടെ 3/4 ചേർന്നിട്ടുള്ള കുംഭക്കൂറും. കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള സാധ്യത കാണുന്നു. ആരോഗ്യം മെച്ചപ്പെടും. നിർബന്ധ ബുദ്ധി വർദ്ധിക്കും. പ്രതീക്ഷിക്കാതെ ചില ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകാം. ആഡംബരങ്ങളിൽ തിരസ്കരിക്കുവാനായിട്ടുള്ള സാധ്യതയും കാണുന്നു. പൂരട്ടാതിയുടെ അവസാനവാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ള മീനക്കൂർ. മനസ്സ് വിഷമിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കും. സന്താനങ്ങളുടെ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടാതെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങളുണ്ടാകും. സേവനങ്ങൾക്ക് വേണ്ട അംഗീകാരം ലഭിക്കുന്നില്ലാത്ത സാഹചര്യം ഉണ്ടാകും. വിദ്യ കൊണ്ട് നേട്ടമുണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്.
പൂരിട്ടാതിയുടെ അവസാനവാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ള മീനക്കൂറ്. മനസ്സ് വിഷമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കും. സന്താനങ്ങളുടെ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടാതെ വരാം. സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. സേവനങ്ങൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. ഓരോ മതവിശ്വാസികളും അവരുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയാൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളെ ദൂരീകരിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.